ഹലോ സ്റ്റുഡൻസ്, നമുക്ക് റീഅറേഞ്ച്മെന്റ് തിയറത്തിലേക്ക് വരാം. സിഗ്മ എക്സൻ തന്നിരിക്കുന്ന സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണെങ്കിൽ റിയൽ നമ്പേഴ്സിന്റെ സീരീസ്, അതിന്റെ റീഅറേഞ്ച്മെന്റ് അത് നമ്മൾ ടേംസ് മാറി എഴുതുന്നുണ്ട് സിഗ്മ വൈ കെ എന്ന് എഴുതുന്നു. റീഅറേഞ്ച്മെന്റ് ഓഫ് സിഗ്മ എക്സൻ ഇസ് ഡിനോട്ടഡ് ബൈ സിഗ്മ വൈ കെ. സിഗ്മ വൈ കെ കൺവേർജസ് to the same value of sigma xn provided sigma xn is absolutely convergent. Coming to the proof of the rearrangement theorem, we have to use both the absolute convergence and convergence of sigma xn. Given sigma xn convergent ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്, അത് നമ്മൾ ഉപയോഗിക്കും. സിഗ്മ എക്സൻ അബ്സല്യൂട്ട്ലി കൺവേർജന്റ് എന്നുള്ളത് കൊണ്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണെങ്കിൽ അത് കൺവേർജൻസ് ഇംപ്ലൈ ചെയ്യുന്നു. അപ്പൊ സിഗ്മ എക്സൻ കൺവേർജന്റും ആണ് എന്ന് നമുക്കറിയാം. ഇത് രണ്ടും നമ്മൾ ഉപയോഗിക്കും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താന്ന് നോക്കണം. സിഗ്മ വൈ കെ കൺവേർജന്റ് ആണ്, സിഗ്മ എക്സന്റെ സമ്മിലേക്ക് തന്നെ കൺവേർജ് ചെയ്യും. സീരീസ് കൺവേർജ് ചെയ്യണമെങ്കിൽ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജ് ചെയ്യണം, എന്നാലേ സീരീസ് കൺവേർജ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജ് ചെയ്യുന്ന പോയിന്റ് എക്സ് എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യുവാണെങ്കിൽ അതേ എക്സിലേക്ക് തന്നെ ഈ സിഗ്മ വൈക്കെയും കൺവേർജ് ചെയ്യണം. എങ്കിൽ അതിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ്, ആദ്യത്തേതിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിനെ യൂഷ്വൽ നൊട്ടേഷൻ അനുസരിച്ച് നമ്മൾ എസ് എന്ന് എഴുതും. രണ്ടാമത്തേതിന് നമുക്ക് ടി കെ എന്നുള്ള നൊട്ടേഷൻ, സ്മോൾ ടി നൊട്ടേഷൻ ഉപയോഗിച്ച് നമുക്ക് എഴുതാം. അപ്പോൾ ഇതിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ടി കെ എന്നോ ടി എം എന്നോ എന്തെങ്കിലും വിളിക്കാം. അപ്പോൾ ആ ടി എമ്മും അതേ ഇത് കൺവേർജ് ചെയ്യുന്ന അതേ എക്സിലേക്ക്. അപ്പോൾ അതിന്റെ മോഡുലസ് ഡിഫറൻസ്, മോഡുലസ് ഓഫ് ടി എം മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ, ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. ഇഫ് യു ഹാവ് a stage, after a certain stage, the sequence of partial sums of sigma yk tends to the same value of sigma xn. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ അതിലേക്കായിട്ട് നമുക്കുള്ളത് സിഗ്മ എക്സൻ അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണെന്നാണ്. സിഗ്മ എക്സൻ അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണ്, അപ്പൊ അത് കൺവേർജന്റ് ആണ്. ആൻഡ് ലെറ്റ് ദ ലിമിറ്റ് ബി, ലിമിറ്റ് ഓഫ് ഇതിന്റെ ലിമിറ്റ് ഓഫ് സിഗ്മ എക്സൻ ബി എക്സ്, ഇതിന്റെ ലിമിറ്റിനെ എക്സ് എന്ന് നമ്മൾ വിളിക്കാം. അബ്സല്യൂട്ട്ലി കൺവേർജന്റ് എന്ന് പറഞ്ഞാൽ സിഗ്മ മോഡ് എക്സൻ കൺവേർജന്റ്. ഇത് രണ്ടും ഒരേ വാല്യൂയിലേക്കാണോ കൺവേർജ് ചെയ്യുന്നത്, ഒരേ വാല്യൂയിലേക്ക് ആകണം എന്നില്ല. സിഗ്മ മോഡ് എക്സനും സിഗ്മ എക്സനും ഒരേ വാല്യൂയിലേക്ക് കൺവേർജ് ചെയ്യണം നിർബന്ധമില്ല. നമ്മൾ സിഗ്മ എക്സനിന്റെ സമ്മാണ് സിഗ്മ വൈക്കയുടെ സം എന്നാ പറയാൻ പോകുന്നത്. അപ്പൊ സിഗ്മ എക്സന്റെ ലിമിറ്റ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ, എക്സ്. അപ്പൊ സിഗ്മ എക്സൻ കൺവേർജന്റ് ആണ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ മാത്രം അർത്ഥം എന്താ? അതിന്റെ സീക്വൻസ് ഓഫ് കൺവേർജൻസ് ആണ് നമുക്ക് ആദ്യം പരിചയമുള്ളൂ. സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിനെ എസ് എൻ എന്നും, സിഗ്മ എക്സനിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിനെ എസ് എൻ എന്നും, സിഗ്മ വൈ എൻ റീഅറേഞ്ച്മെന്റിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിനെ നമ്മൾ ടി എം എന്നും ഡിനോട്ട് ചെയ്യുന്നു. ടി എം എന്നോ ടി കെ എന്നൊക്കെ വിളിക്കാം. ഇവിടെ എക്സ് എൻ എസ് എൻ പറഞ്ഞിരിക്കുന്നെങ്കിൽ ഇതിന് വേണമെങ്കിൽ ടി വൈ കെയുടേത് ടി കെ എന്നൊക്കെ വിളിക്കണ്ടേ. നമ്പറിന് വലിയ പ്രാധാന്യമില്ല, നമുക്കറിയാം. ഇത് T10 T15 എന്നൊക്കെ എഴുതാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജ് ചെയ്യുന്നത് എക്സിലേക്കാണെങ്കിൽ എത്ര ചെറിയ നമ്പർ എപ്സിലോൺ തന്നാലും, ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, there exists a stage, say capital N, in the set of natural numbers such that modulus of Sn minus x is less than epsilon for all n greater than or equal to n. ഇത് നമുക്ക് സിഗ്മ എക്സനിന്റെ അബ്സല്യൂട്ട് കൺവേർജൻസ് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് കൺവേർജൻസ് ഇംപ്ലൈ ചെയ്യും. കൺവേർജൻസിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് ആണ് ഇക്വേഷൻ നമ്പർ 1. പക്ഷെ തന്നിരുന്ന അബ്സല്യൂട്ട് കൺവേർജൻസ് ആയിരുന്നു, അത് നമുക്ക് ഉപയോഗിക്കണം. അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണെങ്കിൽ നമ്മൾ ആ സീരീസിന് കോഷി ക്രൈറ്റീരിയ സിഗ്മ മോഡ് എക്സൻ കൺവേർജന്റ് ആണ്. സിഗ്മ എക്സൻ അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണെന്ന് പറഞ്ഞാൽ സിഗ്മ മോഡ് എക്സൻ കൺവേർജന്റ് ആണ്. അതിന് നമ്മൾ കോഷി ക്രൈറ്റീരിയ അപ്ലൈ ചെയ്യാൻ പോവാം. സിഗ്മ മോഡ് എക്സന് കോഷി ക്രൈറ്റീരിയ അപ്ലൈ ചെയ്യാം. സിഗ്മ മോഡ് എക്സനാണ് കോഷി ക്രൈറ്റീരിയ അപ്ലൈ ചെയ്യുന്നത്. കോഷി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താ? എന്നും എമ്മും ഉപയോഗിക്കുമ്പോൾ xn+1 തുടങ്ങി xm വരെയുള്ളത് സാധാരണ. ഇപ്പൊ മോഡുലസ് ആണെങ്കിൽ മോഡ് xn+1 തുടങ്ങി മോഡുലസ് ഓഫ്, അതുകൊണ്ട് നമ്മൾ അബ്സല്യൂട്ട്ലി കൺവേർജന്റ് എന്നുള്ള കേസിൽ നമ്മൾ കണ്ടതാണ് കോഷി ക്രൈറ്റീരിയയിൽ പുറത്തെ മോഡുലസ് വേണ്ട. ഇത് ഓരോന്നും മോഡുലസ് ആയിട്ട് പോസിറ്റീവായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ എഴുതുകയാണെങ്കിൽ, അതാണ് ഞാനിപ്പോൾ എഴുതുന്നത്, തീരത്തിൽ എഴുതിയിരുന്നല്ല, എഴുതിക്കൊണ്ടിരുന്ന മോഡ് കോഷി ക്രൈറ്റീരിയ മോഡ് xn+1
plus etc. plus mod xm is less than epsilon. Given epsilon greater than 0, given എന്ന് വായിച്ചോണേ, there exists a stage n such that for all n greater than m, for all m greater than n greater than or equal to n, this is less than epsilon. അപ്പോൾ ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട്, ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ കിട്ടുന്ന നമ്പർ n തന്നെ ആവണമെന്നൊന്നും ഇല്ല ഇവിടെ കിട്ടുന്നത്. പക്ഷെ നമുക്കത് ഒന്നാക്കി എടുക്കാം. ഇതിലെ രണ്ടിലെയും വലിയ നമ്പറിനെ സെലക്ട് ചെയ്താൽ ഈ രണ്ട് കണ്ടീഷനും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഈ എന്നും സെയിം ആയി കിട്ടണമെന്നില്ല. ഇതിൽ വരുന്ന വാല്യൂസിന്റെ മാക്സിമം എടുത്താണ്, അത്ര അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. സെലക്ട് n so that this condition 1 and here we write the condition as 2 are both satisfied simultaneously. ഇവിടെ വേറൊരു ചെറിയ കാര്യം കൂടെ ചെയ്തിട്ടുണ്ട്. For all m greater than n greater than or equal to n എന്നാണ് നമ്മൾ സാധാരണ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിൽ ഒരു നമ്പറിനെ ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n എന്നാകാം. അപ്പോൾ ഈ സ്മോൾ എന്നിന് പകരം ക്യാപിറ്റൽ n തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് എമ്മിന് പകരം q എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റിസൾട്ട് എന്നാവും? ഇതിലെ ചെറുത് ക്യാപിറ്റൽ n ആണ്, അതിനേക്കാൾ വലുതാണ് m ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ആ എമ്മിന് പകരം m ഈക്വൽ ടു q എന്നും സ്മോൾ എന്നിന് പകരം ക്യാപിറ്റൽ എന്നും എന്നാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ, സ്മോൾ എന്നിന് പകരം ക്യാപിറ്റൽ n ആണെങ്കിൽ എന്താകും റിസൾട്ട്? മോഡുലസ് ഓഫ് എക്സ്. അപ്പോൾ പിന്നെ അത് എഴുതണ്ട. ഫോർ ഓൾ m ഗ്രേറ്റർ ദാൻ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ ഈക്വലും ആകാം. അപ്പോൾ ആ ഈക്വലിനെ എങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നു? അതുകൊണ്ട് ആ നമ്പറിനെ പറ്റി ഇനി പറയണ്ട, അടുത്ത നമ്പറിനെ പറ്റി പറഞ്ഞാൽ മതി. എക്സ് അതിന് വ്യത്യാസം വരുത്തിയപ്പോൾ എമ്മിന് വ്യത്യാസം വരുത്തിയെന്നേ ഉള്ളൂ. മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 പ്ലസ് മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് മോഡുലസ് ഓഫ് എമ്മിന് പകരം ക്യൂ. മറ്റേതിന് വ്യത്യാസം വരുത്തിക്കൊണ്ട് ഇത് അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ, വ്യത്യാസം അറിയാൻ വേണ്ടി. ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ. ഇനി ഇത് രണ്ടും പറയണ്ട, എം എൻ രണ്ടും പറയണ്ട. ഈ ക്യാപിറ്റൽ എന്നിനോട് തന്നെ ഇക്വലന്റ് ആണ്. അപ്പോൾ ക്യൂ വലുതായാൽ മതി, അത് സ്ട്രിക്ട്ലി വലുതാണ്. ഫോർ ഓൾ ക്യൂ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ എൻ. ഈ എന്നും സെയിം അല്ല എന്നുള്ള പ്രശ്നം നമ്മൾ അതിന്റെ മാക്സിമം എടുത്ത് തന്നെ പരിഹരിക്കും. അങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 കിട്ടുക. യൂസിങ് ദ കൺവേർജൻസ് ഓഫ് സിഗ്മ xn, absolute convergence implies convergence of sigma xn. Convergence of sigma xn, we get this result 1. And using the absolute convergence of sigma xn, that is convergence of sigma mod xn and Cauchy criteria, we get result 2. This is satisfied after a certain stage. This is satisfied after another certain stage. If we select the maximum of the stages, both equations are satisfied after the number capital N. And Cauchy criteria is modified for small m equal to q and small n equal to capital N. അങ്ങനെ മോഡിഫൈ ചെയ്താണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ രണ്ട് റിലേഷൻസ് ആണ് നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ രണ്ട് സീരീസിന്റെയും പാർഷ്യൽ സംസിലേക്ക് വരികയാണ്. അപ്പോൾ സിഗ്മ എക്സനിന്റെ ആദ്യത്തെ n ടേംസിന്റെ ലിസ്റ്റ് എന്ന് പറയുന്നത് x1 x2 എക്സെട്ര എക്സ്, ആദ്യത്തെ ക്യാപിറ്റൽ n ടേംസ് xn എന്നുള്ളതായിരിക്കും. സിഗ്മ എക്സനിന്റെ ഫസ്റ്റ് n ടേംസ്, ഫസ്റ്റ് ക്യാപിറ്റൽ N ടേംസ് ഓഫ് ദ ഗിവൺ സീരീസ് ഓഫ് തന്നിരുന്നത് സിഗ്മ എക്സൻ ആയിരുന്നു, ഓഫ് സിഗ്മ എക്സൻ. ഇത് നമുക്ക് കിട്ടുന്നത് പോലെ നമ്മൾ സിഗ്മ വൈക്കയുടെ ഒരു പാർഷ്യൽ സം എഴുതാൻ പോവാം. ഇവരെല്ലാവരും ഉള്ളതുപോലെ ഒരു പാർഷ്യൽ സം എഴുതുക. അത് ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു, അതിനാണ് മുമ്പത്തെ വീഡിയോയിൽ പാർഷ്യൽ സമ്മിനെ പറ്റി ഞാനൊന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ S3 ആദ്യത്തെ 3 ടേംസ് ഈ സീരീസിന്റെ 1, 1/2, 1/3, ആദ്യത്തെ 3 ടേംസ് 1, 1/2, 1/3 ആണ്. അത് 1, 1/2, 1/3 കിട്ടുന്ന പോലെ ഇവിടെ ഒരെണ്ണം സെറ്റ് ചെയ്യണമെങ്കിൽ പലത് സെറ്റ് ചെയ്യാം. 1, 1/2, 1/3 കിട്ടണമെങ്കിൽ ഏറ്റവും ആദ്യം നമുക്ക് ഇവിടെ വരെയാണ് കൊടുക്കേണ്ടത്. 1/2, 1, 1/4, 1/3 ഇത്ര നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് എടുത്തത് എന്താ, ഇത് ഇതിന്റെ S3 ആയിരുന്നെങ്കിൽ ഇത് ഇതിന്റെ T4 ആണ്. അപ്പൊ നമ്പർ ഇവിടെ കൂടുതലായിട്ടാണ് വരുന്നത്. ഇത് S ക്യാപിറ്റൽ N, ഇതിനെ നമ്മൾ T ക്യാപിറ്റൽ M എന്ന് വിളിക്കുകയാണ്. T സഫിക്സ് ക്യാപിറ്റൽ M. അപ്പോൾ ഈ TM-ൽ 1, 1/2, 1/3 ഉണ്ടാകും. കൂടാതെ ഇപ്പോൾ ഒരു ടേമേ ഉള്ളൂ, വേറെ ടേംസ് ഉണ്ടാകാം. ആ ടേംസ് എല്ലാം ഈ S3 വന്നതിനേക്കാളും വലിയ സഫിക്സ് ഉള്ള
x1 x2 x3. ഇനി x4 തുടങ്ങിയുള്ള അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒന്നാണ്, അവിടെ കണ്ടിന്യൂസ് ആണ്. പിന്നെ x4 തുടങ്ങിയുള്ള ഇതിലും വലിയ ടേംസ്. അപ്പൊ ഇവിടെ നമ്മൾ x1 x2 എക്സെട്ര x1 x2 എക്സെട്ര x ക്യാപിറ്റൽ N ഉള്ള ഒരു T ക്യാപിറ്റൽ M ഫോം ചെയ്യണമെങ്കിൽ x1 x2 xn കഴിഞ്ഞ് ഇതിൽ വരുന്നതൊക്കെ xn+1 xn+2 ഇതിലേതെങ്കിലുമൊക്കെ ആയിരിക്കും. xn+1 xn+2 അങ്ങനെ ഈ n-നേക്കാൾ വലിയ സഫിക്സ് ഉള്ള ടേംസ് ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. എന്നാലേ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്തു വന്നത് ഇതായിരുന്നു. x1 x2 എക്സെട്ര xn തന്നിരുന്ന സീരീസിന്റെ ആദ്യത്തെ n ടേംസ് ആണ് എന്ന് വിചാരിക്കുക. ദെൻ സെലക്ട് ക്യാപിറ്റൽ M. Now we have to select. അത് അടുത്ത സീരീസിന്റെ റീഅറേഞ്ച്മെന്റിന്റെ പാർഷ്യൽ സം തീരുമാനിക്കാനാണ്. സെലക്ട് ക്യാപിറ്റൽ M element of n such that x1 x2 etc. xn are included in the partial sum Tm such that these terms x1 x2 etc. xn are in Tm എന്ന് പറയുന്ന y1 y2 etc. ym എഴുതുമ്പോൾ അത് മറ്റേതിലെ ടേംസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. എഴുതുമ്പോൾ അതിൽ കൂടുതലും വരാം. അപ്പോൾ ഇവരുള്ളത് പോലെ അതിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ Tm എഴുതിയാൽ Tm ഇങ്ങനെയായിരിക്കും. Tm ഈക്വൽ ടു y1 പ്ലസ് y2 പ്ലസ് എക്സെട്ര പ്ലസ് y ക്യാപിറ്റൽ M. ഇതായിരിക്കും Tm. ഇതായിരിക്കത്തില്ല x1. നമ്മൾ മുമ്പേ കണ്ടുപോലെയാണെങ്കിൽ ഇതാണ് x1. അപ്പോൾ വേറെ എവിടെയൊക്കെ ഈ x1 x2 xn വരുന്നത് പോലെ ആദ്യത്തെ n ടേംസ് തന്നിരുന്ന സീരീസിന്റെ കിട്ടുന്നത് പോലെ നമ്മൾ ഈ പാർഷ്യൽ സമ്മിനെ രണ്ടാമത്തെ സീരീസിൽ എടുക്കുകയാണ് എന്ന് വിചാരിക്കാം. ഇതൊരു സ്റ്റേജ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. ആൻഡ് ഇഫ് സ്മോൾ m ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ M. ഇവിടെ x1 x2 xn ഉണ്ടെങ്കിൽ പിന്നെ അതിൽ വലിയ ഏത് സഫിക്സ് എടുത്താലും x1 x2 xn ഉണ്ടാവും. നമ്മൾ മുമ്പേ കണ്ടില്ലേ 1 1/2 1/3. ആദ്യത്തെ സീരീസിൽ 3 ടേംസ് ആണ്. അത് രണ്ടാമത്തെ റീഅറേഞ്ച്മെന്റിൽ നമുക്ക് T4 എഴുതിയപ്പോൾ കിട്ടിയായിരുന്നു. T4ൽ അതുണ്ടെങ്കിൽ T4ഉം പിന്നെ വേറെ ടേംസും കൂടെ ചേർക്കുന്നതാണ് അത് കഴിഞ്ഞത്തെ പാർഷ്യൽ സംസ് റീഅറേഞ്ച്മെന്റ്. അപ്പൊ പിന്നെ എല്ലാത്തിൻ്റെ അകത്തും അതുണ്ടാവും. അപ്പൊ അത് തന്നെ ഇവിടെയും സംഭവിക്കും. ഇനിയുള്ള ക്യാപിറ്റൽ Tm കഴിഞ്ഞാലുള്ള ഏത് പാർഷ്യൽ സം എഴുതിയാലും അതിൻ്റെ അകത്തെല്ലാം y1 y2 ym ഉണ്ട്. അതുകൊണ്ട് x1 x2 xn ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഹെൻസ് ദ ഡിഫറൻസ് ഇതിനു വേണ്ടിയല്ല, Tm മൈനസ് Sn നമ്മൾ Tm മൈനസ് Sn ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ അതിന്റെ മോഡുലസ് ആണ് ആക്ച്വലി ആയിട്ട് നമുക്ക് വേണ്ടത്. Tm മൈനസ് S ക്യാപിറ്റൽ N അല്ല എഴുതുന്നത് Sn. അപ്പോൾ ഈ n x1 x2 എക്സെട്ര xn ഉള്ളതാവണം. അപ്പോൾ അത് ക്യാപിറ്റൽ N-നേക്കാൾ വലുതാകണം. ഈ n-ന്റെ അകത്ത് x1 x2 എക്സെട്ര xn ഉണ്ട്. Tm-ലെ m എന്ന് പറയുന്നത് ക്യാപിറ്റൽ M-നേക്കാൾ വലുതാണ്. Tm-ൽ തന്നെ x1 x2 xn ഉണ്ടെന്ന് നമ്മൾ കണ്ടു. T ക്യാപിറ്റൽ M-ൽ തന്നെ അതിനേക്കാൾ കൂടുതൽ ടേംസ് ഉള്ളതാണ് T സ്മോൾ m എന്ന് നമ്മളിവിടെ ഡിനോട്ട് ചെയ്യും. ഇതിൻ്റെ അകത്ത് x1 x2 എക്സെട്ര xn ഉണ്ട്. അപ്പോൾ ഈ ഡിഫറൻസിൽ നിന്ന് x1 x2 എക്സെട്ര x ക്യാപിറ്റൽ N ക്യാൻസൽ ചെയ്യും. പിന്നെ എന്താ ഉള്ള ടേംസ് xn+1 തുടങ്ങി അതിനേക്കാളും മേളിലുള്ള ടേംസേ ഉള്ളൂ. അത് മുഴുവനും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. റീഅറേഞ്ച്മെന്റ് അല്ലേ കിടക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് സീരീസിന്റെ ടേംസ് xn+1 xn+2 എല്ലാം കൃത്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകണം നിർബന്ധമില്ല. അപ്പോൾ അത് മുഴുവൻ എഴുതിയാൽ അത് കൂടുതലായിരിക്കും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ വേണ്ട, അല്ലാതെ ആലോചിച്ചാൽ xn+1 പ്ലസ് xn+2 ഇതെല്ലാം ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പൊ എല്ലാം എഴുതുമ്പോൾ ഇത് കൂടുതലാണ്. പ്ലസ് എക്സെട്ര എവിടെയാ തീരുന്നത് നടത്തില്ല. തീരുന്നതിനെ നമുക്കൊരു xq എന്ന് വിളിക്കാം. ഇതിലെല്ലാം ഈ Tm-ൽ ഉണ്ടാവണം, റീഅറേഞ്ച്മെന്റ് അല്ലേ, എല്ലാം ഉണ്ടാവണം നിർബന്ധമില്ല. ദാറ്റ് ഈസ് ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ xk മോഡുലസ് ആണ് ഡിഫറൻസിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും അങ്ങനെ സിഗ്മ xk k ഈക്വൽ ടു n+1 to q. ദാറ്റ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് നമുക്ക് അറിയാം. നൗ വി റൈറ്റ് മോഡുലസ് ഓഫ് എന്താ നമുക്ക് വേണ്ടത്, സിഗ്മ yk കൺവേർജന്റ് ആണ്. അപ്പോൾ അതിന്റെ പാർഷ്യൽ സം Tm
മൈനസ് എക്സിലേക്ക്